ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ നിന്ന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡിയാണോ? ഉറക്കെ പറയോ റെഡിയാണെന്ന്? കാറ്റും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാറ്റും കറണ്ടും തമ്മിലുള്ള ബന്ധം? Difference between air and electricity. Yes. Difference between air and electricity. Air and current. Current. Air and current. Air എന്നാണ് നിങ്ങൾ പറയുന്നല്ലേ? അറിയത്തില്ല. കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോവും. കറണ്ട് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാറ്റും പോകും. മനസ്സിലായോ? പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം. റോക്കറ്റ് അല്ലേ? മഴയാണോ? അയ്യോ സമയത്രേ, വാ പെട്ടെന്ന് റെഡിയാവാ. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ചു പറഞ്ഞേക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? മോർ India. India is the highest populated place. No, ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ അതുക്ക് അടുത്ത ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? India, China, second, third. കുസൃതി ചോദ്യമാണ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നോട്ട് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. കുസൃതി ചോദ്യം. It's not related to നോ. no idea. രാജ്യങ്ങളല്ല. നോട്ട് എ കൺട്രി. About something like not related to knowledge. നോ, അറിയത്തില്ല. സെമിത്തേരി. ഇതിൽ ഏതാണോ കിഴക്കേടത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷണം വേഗത്തിൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും? சாப்பாடு ஏதாவது ட்ரிக் ആൻസർ പറയരുത്, ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞോളൂ. അതല്ല ആൻസർ. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? என்ன நடக்கும்? യെസ്. தீர்ந்து கழிச்சு தீரும். അല്ല, ആൻസർ വേറെയാ. வயிறு பெருசா. പറഞ്ഞു ആൻസർ. ഭക്ഷണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ പറഞ്ഞു, അറിയാന്നുള്ളത് പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കും ആൻസർ. അറിയാന്നുള്ള ആൻസർ പറഞ്ഞു. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദി ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. എത്ര നമ്പർ? KL7 KL7. പറയണ പുല്ലേ. KL7 63 63.
KL7 63 63. ആണാ 77-15 അതാ 12-13 Harmanım, baba nerede çarşafım? Gördüğüm bu pakette. വേഗം കഴിച്ചിട്ട് ഫാറ്റാണോ? വേഗം കളിച്ചാലോ പ്ലേറ്റ് കാലിയാകും. യെസ്, കറക്റ്റ് ആൻസർ. പോലോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ മറ്റേ പദ്ധതിയില്ല പദ്ധതി. എന്ത് എടാ 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. ഒറ്റ സപ്തതി. പക്ഷെ കേട്ടില്ല. എന്താ മോളുടെ പേര്? നെയിം? ഗ്രേസ്. ഗ്രേസ്. അപ്പോൾ ഗ്രേസ് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. പാത്രം കാലിയാകും. ആൻസർ പാത്രം കാലിയാകും എന്നതാണ്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീടും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ചർച്ച്. വീട്ടിൽ താമസിക്കും, പള്ളിയിൽ. രണ്ടിനും കോമൺ ആയിട്ട് ഇത് ക്ലൂ തന്നാൽ നിങ്ങൾ ആൻസർ പറയും. ഒന്ന് ചിന്തിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലൂ തരാം. ചർച്ച് കോമൺ റിലേഷൻഷിപ്പ് ബന്ധം എന്താണ്? ഫാദർ Yes. ആരാ ആദ്യം പറഞ്ഞു? എന്താ പേര്? Gladys. ഗ്ലാഡിഷ്. അപ്പോൾ ഗ്ലാഡിഷിന് നല്ലൊരു ക്ലാപ്പ്. ഗോഡ് യു അഗൈൻ. വീണ്ടും നിങ്ങളോ? നല്ല പേര് കേട്ടോ. സൂപ്പർ നൈ. ഒരു പാട്ട് പാടോ? Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship His soul. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നു കേട്ടോ. ബോസിന് സോഡ അറിയണോ? സോ ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവന്മാരിക്ക് ഇപ്പൊ കപ്പലണ്ടിയും വേണോന്ന്. മാമനോടും തോന്നല്ലേ? മാമനോടും തോന്നല്ലേ? മക്കളെ മാമനോടും തോന്നല്ലേ? അവനോടൊന്നും തോന്നല്ലെന്നല്ലേ? അപ്പോൾ നല്ലൊരു ക്ലാപ്പ്. സൂപ്പർ. 4 വരെ ഉണ്ടായിരുന്നതെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യനാ? 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡിയാണോ? റെഡി. ഫസ്റ്റ് ലെറ്റർ ഇ. ഏറ്റവും ലാസ്റ്റ് ലെറ്ററും ഇ ആണ്. തുടങ്ങുന്ന ഒരു വാക്ക്. അല്ല, പക്ഷെ ഞങ്ങളിലുള്ള ആൻസർ തരണേ. പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? അതെന്നോടാണോ ചോദിക്കുന്നത്? കിട്ടിയോടാ? 2 ദിവസത്തിനാ കിട്ടും. പതിവ് പോലെ എല്ലാ വിഷയത്തിനും 100 മുട്ടായിരിക്കും കിട്ടാൻ പോണേ. അത് അപ്പോഴല്ലേ, അതിന് ഇന്നെന്തിനാ ശിക്ഷിക്കുന്നേ? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോവല്ലേ. ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ഞങ്ങളിലുള്ള ആൻസർ വേണം. ഫസ്റ്റ് ലെറ്റർ ഇ, ലാസ്റ്റ് ലെറ്റർ ഇ ഉള്ള ബേർഡ്. ഈഗിൾ. ഇത് ക്ലൂ തരാം. Eyes. ഐസ് അല്ലേ? ലെറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, പോസ്റ്റ് ഓഫീസ് ലെറ്റർ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട, അതിനകത്തുണ്ട് ഒരു വേർഡ്. പറഞ്ഞോ. Email. നമ്മളെ പോസ്റ്റ് ഓഫീസ് ലെറ്റർ അയക്കാൻ നേരത്ത് ഉള്ള സംഭവങ്ങൾ അതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ആ ഒരു വേർഡ് കിട്ടും. എല്ലാവർക്കും അതിൻ്റെ പേരറിയാമോന്ന് അറിയാൻ വയ്യ. ഈയിൽ അവസാനിപ്പിക്കും. ഏതോ ലെറ്റർ സംബന്ധമാണ്. യെസ്, കറക്റ്റ് ആൻസർ. എന്താ പേര്? ശുഭ. അപ്പൊ ശുഭ ചേച്ചിക്ക് ഒരു പോയിന്റ്. ഈ പ്രോഗ്രാം അലമ്പാക്കുന്നുള്ളത് ഉറപ്പാ. അവനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പ്രോഗ്രാം അലമ്പാവും, അതുറപ്പാ. നല്ലൊരു ക്ലാസ്. എല്ലാവരും ലേക്ക് പോവാം. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ഷർട്ട്. യെസ്, കറക്റ്റ് ആൻസർ. ചേച്ചി പേരെന്തായിരുന്നു? ശുഭ. അപ്പോൾ ശുഭ ചേച്ചി 2 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു. നല്ലൊരു ക്ലാപ്പ്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഫസ്റ്റ് നിൽക്കുന്നത് ചേച്ചി. പഠിപ്പ് നടക്കില്ല. ഫുൾ
ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവിടെ കൊണ്ട് തെണ്ടു. அது இந்த மദ്രാஸ்ல எந்த பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா, அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാ? இல்ல பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா, அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാൻ? ആണ് ഇനി ആരൊക്കെ കയറി വരും എന്നറിയാം. നിങ്ങൾക്ക് ഓരോ പോയിന്റ് കിട്ടിയല്ലോ, ഒന്നും കൂടെ പറഞ്ഞാൽ മതി. ഇഞ്ചോടിഞ്ച് പോരാടാം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇടാൻ പറ്റാത്ത വള ഏതാണ്? വള, ബാംഗിൾസ്. ഇടാൻ പറ്റാത്ത വള. ശുഭ ചേച്ചി 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, പേനയും കൊണ്ട് നടക്കുന്ന പക്ഷി ഏതാണ്? പെൻഗിൻ. ഇവിടെ ആൻസർ പറഞ്ഞു, പെൻഗിനാണ് ആൻസർ. അപ്പോൾ ശുഭ ചേച്ചി 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ഇനി ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ, പാട്ട് പാടണം. പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല, എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? അറിയില്ലെങ്കിലും നിന്റെ കാട്ടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡ് ആടാ പട്ടി. நான் துதி பாடுவேன் எந்தனே சுனாதனே, எனக்காய் நீர் செய்திட்ட நன்மைக்கு நன்றி கூறுவேன் நான். Shall be showers of blessings, this is the promise of Lord. There shall be seasons refreshing, sent from the Father above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessings, send them upon us, O Lord. Grant to us now a refreshing, come now and honor thy word. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you, super song. അത് തന്നെ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലേസുകളായി അവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത് തമിഴാടി, നിങ്ങൾ 3 എരുമകൾ ഒരുപോലാണെന്ന് ഒത്തൊരുമൈ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 9ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇരുട്ടത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം, ഓർഗനൈസേഷൻ. നിങ്ങളുടെ രാത്രിയാണ് സാധാരണ ഈ സ്ഥാപനത്തിൽ പോകാറുള്ളത്. എവിടെയാണ് ഇരുട്ടത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം? ഏകദേശമുള്ളവരും നൈറ്റാണ് പോകാറുള്ളത്. പകൽ പോകുന്നവരുണ്ടെങ്കിൽ ഇരുട്ടത്ത് നിന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കാറുള്ളത്. പകലായാലും രാത്രിയായാലും വെളിച്ചത്ത് പ്രവർത്തിക്കാറില്ല, ഇങ്ങനെ പറയാൻ പറ്റും. നോ, ഓർഗനൈസേഷനാണ്. അറിയത്തില്ല. ഇരുട്ടത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം.
സ്ഥാപനം. സ്ഥാപനം, ഓർഗനൈസേഷൻ, എന്റർപ്രൈസ്. അറിയത്തില്ല. തിയേറ്റർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തുടക്കം ടീയില്, ലാസ്റ്റ് വേർഡും ടീ. എല്ലാ ടീയിലും ഇതുണ്ട്. ഏതാണ് സാധനം? ടീ എന്ന് ഉദ്ദേശിച്ച ചായ. ഫസ്റ്റ് ലെറ്റർ ആണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ലെറ്റർ ടി, ലാസ്റ്റ് ലെറ്ററും ടീയിലും തുടങ്ങും അവസാനിക്കും. ഇതെല്ലാ ടീയിലും ഉണ്ട്. ഏതാണ് ആ സാധനം? ഫസ്റ്റ് ലെറ്റർ ടി, നമ്മൾ ആൽഫബറ്റ്സ് ലെറ്റർ ടി, ലാസ്റ്റ് ലെറ്ററും ടി. എല്ലാ ടീയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യും. ആ ടി മീൻസ് ചായ. എല്ലാ ടീയിലും ഇൻക്ലൂഡാണ് എന്ന് വെച്ചാൽ എല്ലാ ചായയിലും അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഏതാണ് ആ ലെറ്റർ? നോട്ടായി. ടീ പോട്ടാണ്. 4 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഇൻചോടിജി പ്രോഗ്രാമിൻ്റെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ശുഭചേച്ചിയാണ്. അപ്പോൾ ശുഭചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഏരിയ റിപ്പോർട്ടറായ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാനെ ക്ഷണിച്ചോളുന്നു. Really nice. Enjoyed. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.